എൻ്റെ കയ്യിലുള്ള സാംസങ് ഗാലക്സി S24 ഇത്രയും കേപ്പബിലിറ്റിയോ? നോക്കിയാലോ. നിർത്ത്. ഇത് ശരിയാവില്ല. എന്താ ഇൻട്രോ പോരാ? 15 ദിവസമായിരുന്നു പ്ലാൻ ചെയ്ത സാധനം. എടാ, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് ഫുൾ ഇരുന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊടുക്കുന്നതായിരിക്കണം. അല്ലാണ്ട് ഇതുപോലെ സാംസങ് ഗാലക്സി S24 ഇതെന്തുവാ എങ്കിൽ താവരണം ഉണ്ടാക്കണോ? കുറെ നേരമായി. അങ്ങനെ ഈ കാർത്തിക് സൂര്യൊക്കെ ചെയ്യണ പോലെ ഹലോ ഗാസ് അതെങ്ങനെ ഉണ്ടാവും? കൊണ്ടുപോകണം. എടാ, ഈ ഇൻട്രോ എന്നൊക്കെ പറയുമ്പോ ഇനി എത്ര പറഞ്ഞാലും ഇല്ല. ഹായ് ഗൈസ്, ഞാൻ അച്യുതൻ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരിക്കലും ഞാൻ സാംസങ്ങിനെ പൊക്കി പറഞ്ഞുകൊണ്ടിടുന്ന ഒരു വീഡിയോ അല്ല, മറിച്ച് എൻ്റെയിലുള്ള ഈ സാംസങ് ഫോൺ വെച്ച് ഞാനെടുത്ത ഫൂട്ടേജസും അതുപോലെ തന്നെ എനിക്ക് ഈ ഫോണിൽ ഇഷ്ടമായ കുറച്ച് ഫീച്ചേഴ്സും ഈ ഫോൺ വന്നതിന് ശേഷം എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളും പങ്കിടുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. ഈശ്വര മിന്നിച്ചേക്കണേ. അപ്പോൾ ചാപ്റ്റർ 1, എനിക്കിഷ്ടമുള്ള ഫീച്ചേഴ്സ്. സാംസങ്ങിൻ്റെ 10 ബിറ്റ് ലോഗ് ഫീച്ചർ. ഈ ഫീച്ചർ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കളർ ഗ്രേഡിങ്ങിനെ പറ്റിയും കളേഴ്സിനെ പറ്റിയും പഠിക്കാൻ പറ്റി. വീഡിയോ എഡിറ്റ് ചെയ്യാനും കളർ ഗ്രേഡ് ചെയ്യാനും ഞാൻ CapCut യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിക്ക് വീഡിയോ കംപ്രസ് ആക്കും, ക്വാളിറ്റി ലോസും ഗ്രെയിനും ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം, എനിക്ക് അച്ചടി ഭാഷയിൽ നേരെ ഒന്നും സംസാരിക്കാൻ അറിയത്തില്ല. ഇനിയിപ്പോൾ സംസാരിച്ചാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, എനിക്കൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നമുക്ക് മാന്യമായിട്ടുള്ള രീതിക്ക് സംസാരിച്ചു പോകാം. അടുത്തത് സാംസങ്ങിലെ ഓഡിയോ ഇറേസർ ഫീച്ചർ. ഈ ഫീച്ചറിൽ ഫോണിലെ AI ഓട്ടോമാറ്റിക്കലി ഓരോ നോയ്സിനെയും ഇൻഡിവിജ്വലി തിരിച്ചറിഞ്ഞ് നമുക്കത് അനലൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിക്ക് ആക്കി തരും. ഫോർ എക്സാമ്പിൾ, ഇതാണ് നമ്മുടെ നോയ്സ് എങ്കിൽ ഇങ്ങനെ ആവും അതിന് ശേഷം ഉണ്ടാവുക. ഇനി എന്താ എഴുതാ? എടാ, ഇതൊരു ഫോൺ റിവ്യൂ ഒന്നല്ലല്ലോ. അപ്പം നിനക്ക് അതിനെപ്പറ്റി ഇഷ്ടമുള്ളതെല്ലാം പറയേ. ലൈക്ക് ഇതെങ്ങനെ കിട്ടി, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള കാര്യം. ഇമോഷണൽ, ശരി. ഞാൻ ആ സമയം ഹോസ്റ്റലിൽ നിന്ന് PGക്ക് പഠിക്കുക. അപ്പോൾ പെട്ടെന്നൊരു ദിവസം അമ്മ ഇങ്ങനെ വിളിച്ചിട്ട്, ഞാനിപ്പോൾ ക്യാൻറ്റീനിലാണ്, നിനക്ക് ഫോൺ എന്തെങ്കിലും വേണോ? ഞാൻ പെട്ടെന്ന് ഷോക്കായി. ക്യാൻറ്റീനിൽ ഫോണാ? എടാ, പോലീസ് ക്യാൻറ്റീൻ. ഷോക്കാവാൻ കാര്യം മറന്നല്ല, ഞാൻ ആ സമയം കോളേജിൻ്റെ അപ്പുറം ഒരു ഹോട്ടലിൽ പണിക്ക് പോയിരുന്നു. 300-400 രൂപ അത് വെച്ച് ഞാനൊരു ഫോൺ വാങ്ങാന്നുള്ള രീതിയിലാണ് നിന്നത്. അപ്പോൾ അമ്മയ്ക്കിതത്ര അങ്ങോട്ട് ഇതായില്ല. അപ്പം അമ്മ സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള രീതിക്ക് വാങ്ങിച്ചു തന്നതായത്. പക്ഷെ ഞാൻ ഫോൺ കെട്ടിയത് എനിക്കറിയായിരുന്നു അന്നേരം പൈസ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് എനിക്ക് വേണ്ട, ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചോളാം, പൈസ കിട്ടി വാങ്ങിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ വീണ്ടും വിളിച്ചു. ഹലോ, അമ്മയോടല്ലേ പറഞ്ഞു? ആരോട് പറയാൻ, എന്നെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചു. അമ്മ പറഞ്ഞത് ഇനിയിപ്പോ പഠിക്കാനൊക്കെ അല്ലേ, എന്തിനാ ലേറ്റ് ആക്കുന്നൊക്കെ. സത്യം പറഞ്ഞ ആവശ്യമാൻ കാരണം വാങ്ങിച്ചെന്ന് എനിക്കറിയാം. ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് 2 ഫോണാണ് ആക്ച്വലി ഉണ്ടായിരുന്നത്. ഒന്നൊരു വിവോയും പിന്നെ ഇതും. S24 കേട്ടപ്പോഴേ എന്താ അത്രയും വലിയ ഫോൺ, എൻ്റെ കണ്ണിൽ ഡോളർ വന്ന്. എന്നിട്ട് അമ്മ ഒന്ന് ബാക്ക് വലിഞ്ഞായിരുന്നു. S24 തന്നെ വേണോ, വിവോ പോരേ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോഴേ എൻ്റെ ഉള്ളിൽ ചൈൽഡ് ഫോണായി. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അവര് അത്രയും സ്നേഹത്തോടെ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഒന്നെങ്കിൽ വേണ്ടാന്ന് പറയണം, അല്ലെങ്കിൽ വാങ്ങണം. നിർബന്ധിച്ച് വാങ്ങിക്കാൻ പാടില്ല. പക്ഷെ എൻ്റെ അമ്മ ആയതുകൊണ്ട് വാങ്ങി തന്നു. ഞാൻ അമ്മേനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് പൈസയും കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി അതൊക്കെ തിരിച്ചു കൊടുക്കണമെന്ന് എൻ്റെ ആഗ്രഹം. നടക്കാൻ പറ്റട്ടെ. നമ്മൾ വീട്ടുകാരുടെ പൈസ എത്രത്തോളം ചെലവാക്കുന്നു അത്രത്തോളം നമ്മൾ മേ ബി അതിൻ്റെ ഇരട്ടി തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാ. എന്തായാലും അമ്മ ഇതിനു വേണ്ടി മുടക്കിയ പൈസ അമ്മയ്ക്ക് വെറുതെ ആവില്ല.
ക്യാമറ ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇനി എന്താ അടുത്ത പരിപാടി? ഇതെന്തായാലും ആദ്യം ഇറക്കട്ടെ. എന്തായാലും ഇനി ഇറക്കുമ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് എന്തെങ്കിലും ചെയ്യണം. നീ ആ സൂര്യനെ കണ്ട? നാളെ അത് ഉദിക്കാൻ നേരത്ത് നമ്മൾ അടുത്ത വീഡിയോയിലെ പണിയിലായിരിക്കണം. നോക്കാം.